ഹായ് ഹലോ, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാട്ടോ ഈ പറയുന്ന ജർമ്മനി. പക്ഷെ അതിൽ തന്നെ ഗ്രാമീണത ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടത് ബവേരിയയിലേക്കാണെന്നാണ് പറയാം. അതിൽ തന്നെയുള്ളൊരു കുഞ്ഞു സിറ്റിയാണ് ഈ പറയുന്ന ബാംബർഗ്. ചെറിയൊരു സിറ്റി ആണെങ്കിലും ഒത്തിരി അനവധി കാഴ്ചകളുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണേ. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളിലൊന്നാട്ടോ ഈ റേഗനറ്റ്സ് നദിയുടെ നടുവിൽ പണിതിട്ടുള്ള ആൾട്ടസ് റാത്ത് ഹൗസ്. ജർമ്മനിയിലെ ബാംബർഗ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ നഗരമായി മാറാനായിട്ടുള്ള കാരണം തന്നെ ഈ സ്പോട്ടാണെന്നാട്ടോ കേട്ടുകേൾവി. അതുപോലെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം ഇൻ ഇറ്റ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം ആട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഒരു ഭൂരിഭാഗം സഞ്ചാരികളും പറയാറുള്ളത് ഇതൊരു ലിവിങ് പാരഡൈസ് ഓൺ എർത്ത് തന്നെയാണെന്നാട്ടോ. കാരണം ഒരുപാട് ആളുകളോ തിരക്കുകളോ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാട്ടോ ഇവിടത്തേത്. ബാംബർഗ് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റേഗനറ്റ്സ് നദിയും ആൾട്ടസ് റാത്ത് ഹൗസും മാത്രം കാണുന്നതല്ല കേട്ടോ. കുറച്ചുകൂടി അങ്ങ് മുകളിലേക്ക് നടന്നാൽ നമുക്ക് ഡോം പ്ലാറ്റ്സിലെ ബാംബർഗ് കത്തീഡ്രലും നോയ് റെസിഡൻസും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നീട് അവിടെ നിന്ന് അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജർമ്മനിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൗഹ് ബിയർ കിട്ടുന്ന സ്പോട്ടുകളിലൊന്നായ ഷ്ലെങ്കർലെയാണ്. ഈ പറയുന്ന റൗഹ് ബിയർ കുടിക്കാനായിട്ട് ജർമ്മനിയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാളുകൾ വരാറുണ്ടെന്നാട്ടോ പറയാറ്. അതുപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ തുറന്നിരിക്കുന്ന ഈ പറയുന്ന ഷ്ലെങ്കർലയിൽ നമുക്ക് ഏത് സമയത്ത് പോലും റൗഹ് ബിയർ കുടിക്കുന്ന കുറേ മനുഷ്യരെ കാണാൻ പറ്റുവേ. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് കയ്യോ കണക്കോ ഇല്ലെന്നാട്ടോ പറയാറ്. അങ്ങനെ കാത്തിരുന്ന് അവസാനം എനിക്കും കിട്ടിയിട്ടോ ഒരു റൗഹ് ബിയർ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ എന്തെങ്കിലും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.